ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തി വെച്ചിട്ട് ലഡുവാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ലെഫ്റ്റ് ഓവർ ചപ്പാത്തി വെച്ചിട്ട് കൊത്തു ചപ്പാത്തി റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചപ്പാത്തിയൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 6 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചപ്പാത്തി എടുക്കാം. എന്നിട്ട് ചപ്പാത്തി ഒന്ന് നുറുക്കിയിടണം. ഇതുപോലെ കൈവച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാം. ചപ്പാത്തി ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നന്നായിട്ട് കരിഞ്ഞു പോയ ചപ്പാത്തി ഒന്നും എടുത്തേക്കരുത്. അങ്ങനെ വരുമ്പോൾ ലഡുവിന് ചെറിയൊരു കയ്പ്പ് രുചി വരും. ഇപ്പോൾ ദേ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരുപ്പായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ കഷ്ണം വെല്ലം പൊടിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കണം. 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കാതെയും തയ്യാറാക്കാം, പക്ഷേ തേങ്ങ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഇതിലേക്ക് 2 ഏലക്കായും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കറക്കിയെടുത്തുകൊണ്ട് വരാം. എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂനട്ട് ചേർക്കാം. ചൂടോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതേ ചൂടോടെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഉരുട്ടിയിട്ട് ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. പിന്നെ മധുരത്തിൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ 6 ചപ്പാത്തിക്ക് 2 വെല്ലം, 2 വലിയ വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അത് മതിയാവും, കറക്റ്റാണ്. അപ്പോൾ ചപ്പാത്തി കൂടുതൽ എടുക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ മധുരവും കൂടുതൽ എടുത്തോളൂ. അപ്പോൾ നമുക്ക് ഓരോ ലഡുവും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ചപ്പാത്തി കൊണ്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങളുടെ വീട്ടിൽ ചപ്പാത്തിയൊക്കെ ബാക്കി വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ലഡു ഒക്കെ തയ്യാറാക്കി നോക്കുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്